മോഹൻലാൽ എന്ന നടൻ 1984 എന്ന വർഷം ചെയ്ത സിനിമകളെ കുറിച്ച് നമ്മളൊരു എപ്പിസോഡ് ചെയ്തിരുന്നു. അതിൽ നമ്മൾ കുറച്ച് സിനിമകളെ കുറിച്ച് പറഞ്ഞിരുന്നു. നായകൻ എന്ന രീതിയിൽ മോഹൻലാലിന്റെ ഒരു കരിയർ മാറി തുടങ്ങി അല്ലെങ്കിൽ ഉയർന്നു വന്ന ആ ഒരു വർഷമായിരുന്നു എന്നുള്ളത്. ഇന്നിപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1985 85 എന്നൊരു വർഷം. ഏകദേശം 25ഓളം സിനിമകൾ മോഹൻലാൽ ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതലും ഒരു നായകൻ എന്ന രീതിയിലാണ്. അതായത് വില്ലൻ എന്ന രീതിയിൽ നായകനായി മോഹൻലാൽ വളർന്നു തുടങ്ങി ഒരു സ്റ്റേബിളായി വരുന്ന അല്ലെങ്കിൽ ഒന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയി വന്ന ഒരു വർഷമായിരുന്നു 85. ആ ഒരു വർഷത്തെ സിനിമകളെ കുറിച്ചും അതിന്റെ ബോക്സ് ഓഫീസ് സ്റ്റാറ്റസിനെ കുറിച്ചൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. മോഹൻലാൽ തുടക്കകാലത്ത് എല്ലാം വില്ലൻ വേഷങ്ങളായിരുന്നു ലഭിച്ചിരുന്നത്. ഭൂരിഭാഗവും വില്ലൻ വേഷങ്ങൾ തന്നെയാണ്. അതൊന്നൊരു മാറ്റം വന്നത് പ്രിയദർശന്റെ സിനിമകൾ, അതുപോലെ തന്നെ സത്യൻ അന്തിക്കാടിന്റെ സിനിമകളൊക്കെയാണ് നമുക്കറിയാം. അതിൽ കൂടുതലും പ്രിയദർശൻ തന്നെയാണ്. പൂച്ചക്കുരി മുക്കുത്തി എന്നൊരു സിനിമ തന്നെയാണ് ഒരു ഹ്യൂമർ നടൻ എന്ന രീതിയിൽ മോഹൻലാലിന് ഒരു 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 പേര് കിട്ടിയത്. അപ്പൊ 85 എന്നൊരു വർഷം എത്തിക്കാൻ ഇപ്പൊ പൂച്ചക്കുരി മൂക്കുത്തിയുടെ ആ ഒരു വിജയം, പ്രിയദർശൻ നൽകിയ ആ ഒരു ഊർജം, കുറച്ച് സിനിമകൾ പ്രിയദർശൻ ചെയ്തു 85. അതിലൊരു സിനിമ അരമരം കിന്നരം. നമ്മളെല്ലാവരും ആ സിനിമ കണ്ടിട്ടുണ്ട്. ശ്രീനിവാസനാണ് അത് എഴുതിയത്, പ്രിയദർശൻ ഡയറക്ട് ചെയ്തു. അതില് മോഹൻലാലും ശങ്കറും ശ്രീനിവാസനും, ശരിക്കും നായകൻ ആരാന്ന് ചോദിച്ചാൽ നമുക്ക് ശങ്കർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ മോഹൻലാലാണ് ആ സിനിമ പൂണ്ട് വിളയാടിയത്. ആ ഒരു സിനിമ 85 വിജയ സിനിമകൾ ഒന്നായിരുന്നു. അത് ഒരു തുടക്കമാണ്. അതൊക്കെ പ്രിയദർശൻ മോഹൻലാൽ കോംബോന്റെ ഒരു തുടക്കം തന്നെയായിരുന്നു അരം അരം കിന്നരം. പിന്നെ ഒരു സിനിമ ഓമനിക്കാൻ ഓർമ്മിക്കാൻ എന്നൊരു സിനിമ. ഇത് AB രാജ്, ഭയങ്കര സീനിയർ ആയിട്ടുള്ള ഡയറക്ടറാണ്. അദ്ദേഹം ഡയറക്ട് ചെയ്ത സിനിമയാണ്. ഇതിൽ മോഹൻലാൽ തന്നെയാണ് മെയിൻ നായകൻ. പിന്നെ മണിയമ്പള രാജു, സന്തോഷ്, അങ്ങനെ ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ ജോൺ പോൾ ആണ് ഇതിൽ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നായകൻ എന്നൊരു സിനിമയുണ്ട്, ബാലു കിരിയത്ത് ഡയറക്ട് ചെയ്ത സിനിമയാണ്. അതിൽ മോഹൻലാൽ നായകനാണ്. അതിൽ ക്യാപ്റ്റൻ രാജു, ശങ്കരാടി, വിജി, അങ്ങനെ ഒരുപാട് സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. അപ്പൊ വീണ്ടും ഇപ്പൊ നമ്മളിപ്പോ ഈ പറഞ്ഞപ്പോ തന്നെ 3 സിനിമകളും മോഹൻലാൽ നായകൻ തന്നെയാണ്. പിന്നെ അവിടുത്തെ പോലെ ഇവിടെയും എന്ന സിനിമ, അവിടുത്തെ പോലെ ഇവിടെയും സേതു മാധവൻ ഡയറക്ട് ചെയ്ത സിനിമയാണ്. ജോൺ പോളാണ് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതില് ശരിക്ക് മമ്മൂട്ടി മോഹൻലാലും ഒരു തുല്യ കഥാപാത്രങ്ങളാണ്. അതില് എനിക്ക് തോന്നുന്നു മമ്മൂട്ടിയുടെ പെങ്ങളെ മോഹൻലാൽ കല്യാണം കഴിക്കുന്നതും മോഹൻലാലിന്റെ പെങ്ങളെ മമ്മൂട്ടി കല്യാണം കഴിക്കുന്നതും അങ്ങനെയുള്ള നല്ലൊരു സിനിമയായിരുന്നു. പക്ഷെ അതൊന്നും അങ്ങനെ വലിയൊരു വിജയമല്ലായിരുന്നു തോന്നുന്നു. ഞാൻ ആ സിനിമ പണ്ട് കാസറ്റൊക്കെ, വീട്ടിൽ കാസറ്റ് ഉണ്ടായിരുന്നു. അന്ന് ആ കാസറ്റ് എടുത്തിട്ടാണ്, കാസറ്റിലാണ് സിനിമയൊക്കെ കണ്ടിട്ടുള്ളത്. അന്ന് തിയേറ്റർ ഇറങ്ങുമ്പോൾ ഞാൻ ജനിച്ചിട്ടുണ്ട് തോന്നുന്നു. 85, ഞാൻ 85ലാണ് ജനിക്കുന്നത്. എന്തായാലും ആ സിനിമ അന്ന് പിന്നീട് ടിവിയിലൊക്കെ വന്നിട്ടാണ് ആ ഒരു സിനിമ ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. കാസറ്റിലും കണ്ടിട്ടുണ്ട്, ടിവിയിലും കണ്ടിട്ടുണ്ട്. ഇന്നിപ്പോ യൂട്യൂബിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. പിന്നെ ഞാൻ പിറന്ന നാട്ടിൽ, ചന്ദ്രകുമാർ എന്ന ഡയറക്ടറാണ്. ചന്ദ്രകുമാർ ഇതിൽ സോമനാണ് ഒരു മെയിൻ നായകൻ. പിന്നെ മോഹൻലാൽ, സോമന്റെ അനിയനായിട്ടാണ് അതിൽ മോഹൻലാൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമയാണ് ചന്ദ്രകുമാറിന്റെ സിനിമയിൽ മോഹൻലാൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് ഉയിരും ഞാൻ നാടാകെ എന്ന സിനിമ മോഹൻലാൽ ചെയ്യുന്നത്. അത് ഈ ഒരു സിനിമയുടെ ഷൂട്ട് സമയത്താണ് ആ ഒരു സിനിമയിലോട്ടുള്ള ഒരു അവസരം മോഹൻലാൽ ചോദിച്ചു മേടിച്ചത്. നമ്മൾ അതിനെ കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ എനിക്കൊന്നൊരു ഒരു ആവറേജ് വിജയമായിട്ട് പോയ ഒരു സിനിമയാണ്. പിന്നെ ഒന്നാനാം കുന്നിൽ ഓരടി കുന്നിൽ, വീണ്ടും പ്രിയദർശൻ എഴുതി സംവിധാനം ചെയ്ത ഒരു സിനിമയാണ്. അതിൽ മോഹൻലാലും ശങ്കറും അവർ രണ്ടുപേരും ഈക്വൽ ഇമ്പോർട്ടൻസ് തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു പടിക്ക് അവിടെ ക്ലൈമാക്സ് ഒക്കെ എത്തുന്ന സമയത്ത് മോഹൻലാൽ കുറച്ച് സ്കോർ ചെയ്തിട്ടുണ്ട്. ഞാൻ കുറെ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. അതൊന്നും അങ്ങനെ വലിയൊരു വിജയമല്ല. പക്ഷെ എനിക്കൊരു ഹ്യൂമറിനെക്കാട്ടും കൂടുതൽ കുറച്ചൊരു സെക്കൻഡ് ഹാഫ് ഒക്കെ കുറച്ചൊരു കഥ പറയുന്ന ഒരു രീതിയിലുള്ള വേറൊരു കുറച്ചൊരു ഡെപ്ത് ഉള്ള ഒരു കഥയിലേക്കൊക്കെ ആ സിനിമ പോയി. അതാണെന്ന് തോന്നുന്നു, കുറച്ച് മുമ്പ് കണ്ടിട്ടുള്ളതാണ്. പിന്നെ അനുബന്ധം എന്ന സിനിമ, വീണ്ടും ഐ.വി. ശശി, അത് മൾട്ടി സ്റ്റാർ ആണ്. ഐ.വി. ശശിയുടെ ഏറ്റവും കൂടുതൽ സിനിമകൾ മമ്മൂട്ടിയും മോഹൻലാലും ഇവർ ഒരുമിച്ച് തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. അല്ലെ, അത് ഈ ഒരു സിനിമയ്ക്ക് 4 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. MT വാസുദേവനാർക്ക് കിട്ടിയിട്ടുണ്ട്, സീമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്, പിന്നെ അതിൽ ചൈൽഡ് ആർട്ടിസ്റ്റിന് വിമലിന് ലഭിച്ചിട്ടുണ്ട്, എഡിറ്റർ കെ നാരായണന് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും നല്ലൊരു സിനിമയായിരുന്നു അനുബന്ധം. ഐ.വി. ശശിയുടെ മികച്ച സിനിമകൾ ഒരു സിനിമ തന്നെ. പിന്നെ മുളമൂട്ടിൽ അടിമ എന്നൊരു സിനിമ, അത് PK ജോസഫ് എന്ന ഡയറക്ടറാണ്. പാപ്പനക്കോട് ലക്ഷ്മണനാണ് അത് എഴുതിയിരിക്കുന്നത്. അതിലും ഈ പറഞ്ഞ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ആണ്. മോഹൻലാൽ, MG, സോമൻ, സന്തോഷ്, അടൂർ ബാസി, ജനാർദ്ദനൻ, CA പോള്, അങ്ങനെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട് സിനിമ മുളമൂട്ടിൽ അടിമ. പിന്നെ വസന്തസേന എന്നൊരു സിനിമ മോഹൻലാലിൻ്റെതായിട്ട് വർഷം ഇറങ്ങിയ സിനിമ, K. വിജയൻ എന്ന ഡയറക്ടറാണ്. എനിക്കൊണ്ട് K. വിജയൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ് ആയിരുന്നു തോന്നുന്നു. അദ്ദേഹം വന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പഠിച്ചിറങ്ങിയിട്ടുള്ള ഒരു സംവിധായകനായിരുന്നു. ഇത് ഒരു സീരിയസ് മൂഡിലുള്ള സിനിമയാണ്. സുധാകർ മംഗളോദയത്തിന്റെ കഥയാണ്. ഇതിൽ മോഹൻലാലിനെ കൂടാതെ ഈ സിനിമയിൽ ശങ്കറാണ് അതിൽ മെയിൻ റോള്. മോഹൻലാൽ ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ റോളാണ്. സീമ, രതീഷ്, ശോഭന തുടങ്ങിയവരൊക്കെയാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ മറ്റൊരു സിനിമ പ്രിയദർശൻ തന്നെ ഡയറക്ട് ചെയ്ത സിനിമ, കൊച്ചിൻ ഹനീഫ എഴുതിയൊരു സിനിമയാണ്.
പക്ഷെ ഈ ഒരു സിനിമയെ കുറിച്ച് എനിക്ക് തോന്നുന്നു പലർക്കും അറിയുന്നുണ്ടാവില്ലേ. പ്രിയദർശൻ മോഹൻലാൽ സിനിമകൾ ആരും അങ്ങനെ ശ്രദ്ധിക്കാത്ത ഒരു അല്ലെങ്കിൽ അധികം കാണാത്ത ഒരു സിനിമയാണ്. പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ. ഇത് ശരിക്കും ഒരു ഹിന്ദി സിനിമയുടെ റീമേക്ക് ആണ്. ഇതിൽ മമ്മൂട്ടിയാണ് പ്രധാന കഥാപാത്രം. മമ്മൂട്ടി, ശങ്കർ, പിന്നെ മേനക, ഇവരൊക്കെയാണ് അതിലെ മെയിൻ ക്യാരക്ടേഴ്സ്. പിന്നെ മോഹൻലാലും അതിലൊരു വേഷം ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. പക്ഷെ ഈ സിനിമ അന്ന് വിജയിച്ച ഒരു സിനിമയല്ല. പിന്നെ ഗുരുജി ഒരു വാക്ക്, രാജൻ ചങ്ക്ലാടി ഒരുപാട് വർഷക്കാലം അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു അദ്ദേഹം. അതിനുശേഷം ഈ സിനിമ ഡയറക്ട് ചെയ്ത ശേഷവും സ്ഥിരമായിട്ട് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ജോഷിയുടെ സിനിമകളായിരുന്നു കൂടുതൽ. പിന്നീട് അദ്ദേഹം അത് കഴിഞ്ഞിട്ട് മീനത്ത് താലി കെട്ടുന്ന സിനിമ ഡയറക്ട് ചെയ്തു. അദ്ദേഹം ചുരുക്കം സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. അതിലൊരു സിനിമയാണ് ഗുരുജി ഒരു വാക്ക്. ഇത് വേണുനാഗവള്ളിയാണ് സിനിമ എഴുതിയത്. ഇതിൽ മോഹൻലാലും മധു, നെടുമുടി വേണു, രതീഷ്, അങ്ങനെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ആണ് ആ ഒരു സിനിമയിലുള്ളത്. പിന്നെ സിനിമ അങ്ങാടിക്കപ്പുറത്ത്, അത് ഐ.വി. ശശി തന്നെ. വീണ്ടും മൾട്ടി സ്റ്റാർ സിനിമ. മോഹൻലാൽ, മമ്മൂട്ടി, അടൂർ ബാസി, കവിയൂർ പൊന്നമ്മ, ഇങ്ങനെ വലിയ സ്റ്റാർ കാസ്റ്റ്. ടി ദാമോദരന്റെ സിനിമ. അപ്പോൾ കുറച്ച് ഒരു തൊഴിലാളി, ഫാക്ടറി, രാഷ്ട്രീയം, ഇതെല്ലാം പറയുന്ന ഒരു സിനിമ തന്നെയായിരുന്നു അത്. പിന്നെ കൂടും തേടി എസ് എൻ സ്വാമി എഴുതി പോൾ ബാബു ഡയറക്ട് ചെയ്ത സിനിമ. ആ സിനിമ ഇന്ന് പലർക്കും അറിയുന്നത് അതിന്റെ പാട്ടായിരിക്കും, വാചാലം എൻ മൗനം എന്നുള്ള ആ ഒരു പാട്ട്. അത് സിയാദ് കോക്കർ പ്രൊഡ്യൂസ് ചെയ്ത്, അദ്ദേഹത്തിന്റെ ആയിരിക്കും ആദ്യത്തെ സിനിമ എന്നുള്ളത് സിയാദ് കോക്കർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നീട് അദ്ദേഹം ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതിൽ പി.സി. ശ്രീരാമാണ് അതിന്റെ ക്യാമറ. രാധിക ശരത് കുമാർ, അവരാണ് അതിന്റെ മോഹൻലാലിന്റെ പേരായിട്ട്. ആ സിനിമ അന്നൊരു ഹിറ്റായിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. പിന്നെ ജീവന്റെ ജീവൻ, അത് ജെ വില്യംസ് ആണ് അത് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ മോഹൻലാൽ നായകനായിട്ടുള്ള സിനിമ. മോഹൻലാൽ, മണിയമ്പിള്ള രാജു, ഒരുപാട് പേരുണ്ട് അതിൽ. ശരത് സക്സേന, ബാലയ്ക്കനാര്, കുതിരോട്ടം പപ്പു. ആ ഒരു സിനിമ എനിക്ക് തോന്നുന്നു പണ്ടൊരിക്കൽ ടി വിയിൽ വന്നിട്ട് ഒരു ദിവസം, സൂര്യ ടി വിയിലാന്ന് തോന്നുന്നു, രാത്രി 10 മണിക്ക് വന്നിട്ട്, അന്നേരം പണ്ട് ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ട്. അങ്ങനെ വലിയ വിജയിച്ച ഒരു സിനിമയൊന്നും അല്ല. പിന്നെ ബോയിങ് പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിലെ വലിയൊരു ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്ന് തന്നെയാണ്. ആ സിനിമയെ കുറിച്ച് ഒന്നും പറയണ്ട. മോഹൻലാലും മുകേഷും അങ്ങ് പൂണ്ട് വിളയാടിയിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. ശ്രീനിവാസനും പ്രിയദർശനും കൂടിയാണ് എഴുതിയിട്ടുള്ളത്. അതിനെ കുറിച്ചാണ് ശ്രീനിവാസൻ പറയാനുള്ളത്. പ്രിയദർശൻ അവിടെ നിന്ന് എഴുതി ഇങ്ങോട്ട് തരും, അത് ഡയലോഗ്സ് എഴുതും, അങ്ങ് കൊടുക്കും, എങ്ങനെ അങ്ങ് എഴുതി പോവാണ്. അവിടെ വെച്ചിട്ട് എഴുതിയ സ്ക്രിപ്റ്റ് ആണെന്നൊക്കെ പ്രിയദർശൻ പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമ ശരിക്കും അന്ന് വളരെ ബഡ്ജറ്റ് കുറച്ചാണ് ചെയ്തിട്ടുള്ളത്. കാരണം പ്രിയദർശൻ പറയാറുണ്ട്, പിന്നീട് ഹിന്ദിയിൽ പ്രിയദർശൻ സിനിമ ചെയ്തപ്പോൾ ഭയങ്കര ഒരു ക്യാൻവാസിൽ ചെയ്യാൻ പറ്റി. അന്ന് നമുക്ക് കാണും പറയാം. എനിക്ക് തോന്നുന്നു അതിലെ എല്ലാ നായികന്മാർക്കും ഒരു ഡബ്ബിംഗ് ഉണ്ട്. ആനന്ദവല്ലിയാണ് തോന്നുന്നത് ഡബ് ചെയ്തിരിക്കുന്നത്. അത് ഒരു ഒറ്റ ഡബ്ബിംഗ്, ഒരു സ്ത്രീ തന്നെ പല ശബ്ദങ്ങൾ തന്നെ നമുക്കതിൽ, പല കഥാപാത്രങ്ങൾക്കും ഒരേ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. ബോയിങ് ഇറങ്ങുന്ന ദിവസം അങ്ങനെ വലിയ തിരക്കില്ലായിരുന്നു. എനിക്ക് ആ സിനിമ ഇറങ്ങിയ ദിവസം തന്നെ മമ്മൂട്ടി, മോഹൻലാലൊക്കെ അഭിനയിച്ച മറ്റു വലിയ സംവിധായകരുടെ സിനിമകളുണ്ട്. എന്നിട്ട് പോലും ബോയിങ് പിന്നീട് അങ്ങ് കത്തിക്കേറി അങ്ങ് സൂപ്പർ ഹിറ്റ് ആവുകയാണ് ഉണ്ടായത്. പിന്നെ ഉയരും ഞാൻ നാടാകെ. നേരത്തെ നമ്മൾ പറഞ്ഞു, ഞാൻ പിറന്ന നാട്ടിൽ എന്ന സിനിമ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മോഹൻലാൽ ചെയ്ത വേഷമാണ്. ആ സിനിമ പി ചന്ദ്രകുമാർ ഡയറക്ട് ചെയ്ത സിനിമ. ഗംഭീര സിനിമ തന്നെയായിരുന്നു അത്. ആ കാലഘട്ടത്തിൽ മോഹൻലാൽ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു ധാരപ്പൻ എന്ന ക്യാരക്ടർ. അത് വേണുനാഗവള്ളിയും അങ്ങനെ ഒരുപാട് സ്റ്റാർ കാസ്റ്റ് ഉണ്ട് അതിൽ, ആ സിനിമയിൽ. പക്ഷെ നല്ല ഒരു സിനിമ തന്നെയായിരുന്നു. മോഹൻലാലിന് നല്ല അതിഗംഭീരമായിട്ടുള്ള റോള് കിട്ടി. ആ ഒരു സിനിമയ്ക്ക് മോഹൻലാൽ അന്ന് ക്രിട്ടിക്സ് അവാർഡ്, അങ്ങനെ എന്തൊരു അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിൽ പാട്ടുകളും ഭയങ്കര ഹിറ്റായിരുന്നു, സിനിമയും ഭയങ്കര ഹിറ്റായിരുന്നു. അതിലെ മോഹൻലാലിന്റെ ഡെഡിക്കേഷനെ കുറിച്ചും മോഹൻലാൽ അതിന് വേണ്ടി എടുത്ത കഷ്ടപ്പാടിനെ കുറിച്ചൊക്കെ എല്ലാവരും പറയാറുണ്ട്. ഞാനും ഈ സിനിമ പി ചന്ദ്രകുമാറിന്റെ ഇന്റർവ്യൂവിന് ശേഷമാണ് ഞാനത് യൂട്യൂബിൽ എടുത്ത് കണ്ടിട്ടുള്ളത്. അപ്പോൾ മോഹൻലാൽ കഷ്ടപ്പെട്ടതിന്റെ ഒരു ഫലം മോഹൻലാലിന് കിട്ടി എന്നുള്ളതാണ്. എനിക്ക് നിങ്ങൾ പലരും ആ സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാവുന്ന ഒരു കൊച്ചു സിനിമ. കാരണം മോഹൻലാലൊക്കെ അഭിനയിച്ച ആ കാലഘട്ടത്തിലെ മോഹൻലാൽ എടുത്ത കഷ്ടപ്പാടൊക്കെ അറിയണമെങ്കിൽ ഇങ്ങനത്തെ സിനിമയൊക്കെ ഇടയ്ക്കൊന്ന് കണ്ടു നോക്കിയാൽ മതി. പിന്നെയുള്ള സിനിമ കരിമ്പിൻ പൂവിനക്കരയിൽ ശരിക്കും മോഹൻലാൽ ഒരു നെഗറ്റീവ് റോളാണ്. മമ്മൂട്ടിയാണ് അതിലെ നായകൻ. ഐ.വി. ശശി ഡയറക്ട് ചെയ്ത് പത്മരാജന്റെ സ്ക്രിപ്റ്റ് ആണ്. അതിൽ മോഹൻലാൽ ഒരു പാവം പോലെ വന്ന് പിന്നെ ഒരു കൊടും വില്ലനാവുന്ന, നമ്മൾ ആ സിനിമ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു മോഹൻലാൽ മമ്മൂട്ടി കോംബോയിലെ ശക്തമായിട്ടുള്ള കുറച്ച് ക്യാരക്ടർ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ, ഒരു 19 സിനിമകൾ മുകളിൽ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ശക്തമായിട്ടുള്ള ഒരു 10 സിനിമ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു സിനിമ എന്തായാലും കരിമ്പിൻ പൂവിനക്കര ഉണ്ട്. അതിന്റെ മോഹൻലാലിന്റെ ക്യാരക്ടറും അതിഗംഭീരമായിട്ടുള്ള ക്യാരക്ടർ. എനിക്ക് മോഹൻലാൽ അപ്പോഴേക്ക് നായകനൊക്കെ ആയിട്ട് വന്നു, എന്നിട്ടും ഈ ഒരു സിനിമയൊക്കെ ചെയ്തു എന്നുള്ളത് ആ പത്മരാജന്റെ ഒരു സ്ക്രിപ്റ്റും ഐ.വി. ശശിയോടുള്ള ഒരു ബന്ധവും ഒക്കെ തന്നെയായിരിക്കും. പിന്നെ വീണ്ടും ഐ.വി. ശശിയുടെ തന്നെ മറ്റൊരു സിനിമയാണ് ഇടനിലങ്ങൾ, എം.ടി. വാസുദേവൻ സിനിമ. അത് ഈ മൾട്ടി സ്റ്റാർ പടമാണ്. മോഹൻലാലും സീമയും മമ്മൂട്ടിയും എല്ലാവരും കൂടി ഒരുമിച്ചിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു ഇടനിലങ്ങൾ. പിന്നെ പത്താമുദായം ശശികുമാർ ഡയറക്ട് ചെയ്ത 84-ലും നമ്മൾ ശശികുമാറിന്റെ ഇവിടെ തുടങ്ങുന്നു സിനിമയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതായിരുന്നു മോഹൻലാലിന്റെ ഒരു സോളോ, അല്ലെങ്കിൽ അതിൽ റഹ്മാൻ ഉണ്ട് എങ്കിൽ പോലും മോഹൻലാലിന്റെ ഒരു ആക്ഷൻ ഹീറോ എന്നുള്ള മെറ്റീരിയൽ ഒരു ആദ്യത്തെ ഒരു ഹിറ്റ് കിട്ടിയത്
ശശികുമാറിന്റെ ഇതാ ഇവിടെ തുടങ്ങിയത്. അതിന്റെ ഒരു തുടർച്ചയാണ് പത്താമുദായം. പത്താമുദായമാണ് മോഹൻലാലിന്റെ അതുവരെയുള്ള ഒരു ഹീറോ എന്ന് അഭിനയിച്ച സിനിമയിലെ ഏറ്റവും വലിയൊരു സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു സിനിമ. അത് എസ് എൽ പുരം സദാനന്ദനാണ് ആ ഒരു സിനിമ എഴുതിയിട്ടിരിക്കുന്നത്. ഇത് കാലിചരൺ എന്ന സിനിമയുടെ ഹിന്ദി സിനിമയുടെ റീമേക്ക് ആണ്. ഡെന്നിസ് ജോസഫ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, രാജാവിന്റെ മകനല്ല ശരിക്കും മോഹൻലാലിന്റെ ആദ്യത്തെ ഒരു ആക്ഷൻ ഹീറോ എന്നുള്ള രീതിയിൽ സൂപ്പർ ഹിറ്റ് ഈ ഒരു സിനിമ തന്നെയാണ് പത്താമുദായത്തിൽ. എനിക്ക് പത്താമുദായം ഇപ്പോഴും ഓർമ്മ, നിങ്ങൾ പലരും കണ്ടിട്ടുണ്ട് ടി വിയിൽ. അതിൽ നമ്പർ 17 എന്ന് മോഹൻലാൽ അതിൽ എഴുതുമ്പോൾ അതിങ്ങനെ മറഞ്ഞു വന്ന്, അതായത് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, അതിൽ നമ്പർ 17 എന്നുള്ളത് പിന്നീട് തിരിഞ്ഞു വരുമ്പോൾ ലയൺ, ആ ലയൺ എന്നുള്ളത് ടി ജി രവിയുടെ ഒരു പേരാണ്. അങ്ങനെയാണ് ടി ജി രവി അതിലൊരു വില്ലനാണെന്നുള്ളത് മോഹൻലാലിന്റെ കഥാപാത്രം മനസ്സിലാക്കുന്നത്. ഈ ഒരു എലിമെന്റ് പിന്നീട് നമ്മൾ സേതുരാമയ്യർ CBIയിലൊക്കെ മോസി ഈഷോ, അതിന്റെ ഒരു തുടക്കം എനിക്ക് തോന്നുന്നു ഈ ഒരു ലയൺ ആണെന്ന് പലരും കണ്ടിട്ടില്ല. ഞാനൊക്കെ അത് ടി വിയിൽ പണ്ട് കണ്ടിട്ടുള്ളതാണ്. പിന്നെ പത്താമുദായമാണ് മോഹൻലാലിന്റെ ആ വർഷത്തെ ഏറ്റവും വലിയ ഒരു വിജയം, ഒരു ഹീറോ ആയിട്ട് അഭിനയിച്ചത്. അങ്ങനെ പത്താമുദയം എന്ന സിനിമയ്ക്ക് ശേഷം പിന്നീട് മോഹൻലാലിന് കുറെ ആക്ഷൻ റോളുകൾ ആളുകൾ വിശ്വസിച്ച് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ രാജാവിന്റെ മകനൊക്കെ ശരിക്ക് സംഭവിക്കുന്നത്. പിന്നെ മറ്റൊരു സിനിമ MT IV ശശി കൂട്ടുകെട്ടിന്റെ മറ്റൊരു സിനിമ രംഗം. അതൊരു കഥകളി ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു അത് പണ്ട് ടി വിയിൽ വന്ന് ഞാൻ കണ്ടിട്ടുള്ള സിനിമയാണ്. ഒരു സീരിയസ് മൂഡിലുള്ള ഒരു സിനിമ തന്നെയാണ്. ശരിക്ക് സമ്മതിക്കണം, കാരണം IV ശശി MT ഒക്കെ പലതരത്തിലുള്ള സിനിമകൾ അവർ ചെയ്യുന്നുണ്ട്. IV ശശി തന്നെ ഒരു വർഷം എത്രയോ സിനിമകൾ ചെയ്യുന്നു. അതിൽ തന്നെ മമ്മൂട്ടി മോഹൻലാലും അഭിനയിക്കുന്നു. ഈ ഒരു സിനിമയിൽ മോഹൻലാൽ അപ്പുണ്ണി എന്ന് പറഞ്ഞ ക്യാരക്ടർ അന്ന് ഭയങ്കര ശ്രദ്ധിക്കപ്പെട്ട ക്യാരക്ടർ. ബോക്സ് ഓഫീസ് ഹിറ്റ് ഒന്നുമില്ല, പക്ഷെ നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു. അതിൽ ശോഭനയും അതുപോലെ തന്നെ രവീന്ദ്രൻ, അടൂർ ബാസി, രാഘവൻ, വലിയൊരു സ്റ്റാർ കാസ്റ്റ് ആ ഒരു സിനിമയിലുണ്ടായിരുന്നു. പിന്നെ കണ്ടു കണ്ടറിഞ്ഞു എന്ന സിനിമ. ഈ കണ്ടു കണ്ടറിഞ്ഞു അത് ഞാൻ പണ്ട് ടി വിയിൽ വന്നപ്പോൾ കണ്ടിട്ടുണ്ട്. സാജൻ, ചക്കരയുമ്മ സാജൻ എന്ന് പറയുന്നത് സാജൻ ഡയറക്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. SN സ്വാമി, പ്രഭാകരൻ പുത്തൂരും കൂടിയാണ് എഴുതിയിട്ടുള്ളത്. കണ്ടു കണ്ടറിഞ്ഞു ഒരു വലിയ സ്റ്റാർ കാസ്റ്റ് ആണ്. അതിൽ മമ്മൂട്ടിയാണ് ശരിക്കും ഒരു നായകൻ എന്ന് പറയാം. മമ്മൂട്ടി, മോഹൻലാൽ, റഹ്മാൻ, നാദിയ മൊയ്തു, മേനക, ലാലുലക്സ്, പിന്നെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അതിൽ മമ്മൂട്ടിയുടെ അച്ഛനെ കൊന്നിട്ട് മോഹൻലാൽ ജയിലിൽ പോകുന്നു. അതായത് മോഹൻലാൽ ശരിക്കും മമ്മൂട്ടിയുടെ അളിയനാണ്, പെങ്ങളുടെ ഭർത്താവാണ്, മേനകയുടെ ഭർത്താവാണ്. പിന്നെ റഹ്മാൻ അനിയൻ, റഹ്മാന്റെ പേരായിട്ട് നാദിയ, അങ്ങനെ വലിയ സ്റ്റാർ കാസ്റ്റ്. ആ സിനിമയും ഭയങ്കര ഹിറ്റായിരുന്നു. എനിക്കൊന്നും അതിലെ ഒരു പാട്ട് മോഹൻലാൽ മാളാരവിന്ദനും കൂടി നീ എറിഞ്ഞോ മേലമാനത്തെ സിനിമയിലെ പാട്ടാണ്. ആ ഒരു പാട്ടും ഭയങ്കര ഹിറ്റായിരുന്നു. ആ വർഷം ഇറങ്ങിയ ഭയങ്കര ഒരു ഹിറ്റായിട്ടുള്ള ഒരു സിനിമയുടെ ഒരു സിനിമ തന്നെയായിരുന്നു. മോഹൻലാലും ഭയങ്കരമായിട്ടുള്ള ഗുണം ചെയ്തിട്ടുള്ള സിനിമ തന്നെയാണ് കണ്ടു കണ്ടറിഞ്ഞു. പിന്നെ മറ്റൊരു സിനിമയാണ് 7 മുതൽ 9 വരെ, ഹിറ്റ് മേക്കർ ശശികുമാറിന്റെ തന്നെ സിനിമ. ഈ സിനിമ മോഹൻലാല് മാത്രമല്ല, മോഹൻലാല്, രതീഷ്, ഞാൻ കുറെ മുമ്പ് കണ്ടിട്ട്, ഞാൻ ഒരിക്കലും എനിക്കൊരു 20 വർഷമെങ്കിലും എന്തോ സിനിമ കണ്ടിട്ട്, എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അതിൽ മോഹൻലാൽ അതൊരു ഗുണ്ടയോ ഒരു ജയിൽ പുള്ളിയോ അങ്ങനെ എന്താണ്, ഒരു മർഡർ മിസ്റ്ററി, ഏതോ ഒരു സിനിമാ നടിയോ എന്തോ മരിക്കുന്നതോ അങ്ങനെയുള്ള ഏതോ നടി, അത് അനുരാധ എന്ന നടിയാണെന്ന് തോന്നുന്നു മരിക്കുന്നത്, ഞാൻ മറന്നുപോയി. ഇതിലിപ്പോ ഞാൻ സ്റ്റാർകാസ്റ്റ് നോക്കിയപ്പോ അനുരാധ, ചിത്ര, ഭാഗ്യലക്ഷ്മി ഇവരൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞ അന്ന് ഭാഗ്യശ്രീ എന്ന് കൂടി വിളിച്ചിരുന്ന നടിയാണ്. അവരും അതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതില് TG രവി ഉണ്ട്, ക്യാപ്റ്റൻ രാജു, ഉമ്മർ, ജഗതി ശ്രീകുമാർ. എനിക്ക് ടി ജി രവിയും ജഗതിയും കുറച്ച് ഹ്യൂമർ സീൻസ് ഒക്കെ ആയിട്ട് ഓർമ്മയുണ്ട്. അതെല്ലാം ഒരു 7 മുതൽ 9 വരെ നടക്കുന്ന ഒരു മർഡറും അതിന്റെ ഒരു അന്വേഷണവും ആരാണ്, ഒരു സസ്പെൻസ് ഒക്കെ ഉള്ള ഒരു സിനിമ തന്നെയാണ്. അത് അങ്ങനെ ബോക്സ് ഓഫീസിൽ അങ്ങനെ വിജയിച്ച സിനിമയല്ലായിരുന്നു എന്ന് തോന്നുന്നു. അപ്പൊ ഇത്രയും സിനിമകളാണ് മോഹൻലാലിന്റെ ആ വർഷം ഇറങ്ങിയത്. ഇതിൽ ഞാൻ ഏതെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഒരു സിനിമ, അതെനിക്ക് ഇപ്പോഴൊരു കൺഫ്യൂഷൻ ഉണ്ട്, അത് 84 അവസാനമോ അതോ 85 തുടക്കമാണ് അറിയത്. നോക്കത്ത ദൂരത്ത് കണ്ണുനട്ട്, ഫാസിലിന്റെ സിനിമ. ഫാസിലിന്റെ മാമാട്ടുകുട്ടിയമ്മയ്ക്ക് ശേഷം മോഹൻലാൽ അഭിനയിക്കുന്നു. ഒരു ഗംഭീര സിനിമ തന്നെയായിരുന്നു അത്, ഭയങ്കര ഹിറ്റായിരുന്നു. എനിക്കൊന്നും ഫാസിലിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകൾ ഒരു സിനിമ തന്നെയാണ്. കാരണം ഫാസിൽ പറയുന്ന മണിച്ചിത്രത്താഴമൊക്കെ ഉണ്ടെങ്കിൽ പോലും, അനീതിപ്രാവ് ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റുപോയത് മാമാട്ടുകുട്ടിയമ്മയ്ക്കാന്ന് പറയാറുള്ളത്. മാമാട്ടുകുട്ടിയമ്മ കഴിഞ്ഞിട്ടേ അനീതിപ്രാവ് പോലും ഉള്ളൂ എന്നാണ് ഫാസിൽ പണ്ടപടി എഴുതിയിട്ടാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ സിനിമയിൽ നിന്ന് നോക്കത്ത ദൂരത്ത് കണ്ടുന്നുണ്ട്, നാദിയ മൊയ്തു. അതില് സിദ്ദിഖ് ലാലൊക്കെ അതിൽ അസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ സിദ്ദിഖ് ലാലൊക്കെ പറഞ്ഞു, ആ ഒരു സിനിമയുടെ ഷൂട്ടൊക്കെ നടക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്, ഇവിടെ നവോദയയിലാണെന്ന് ഒരുമിച്ച് താമസിച്ച കഥയൊക്കെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. എനിക്കോട് ആ സിനിമ എന്തായാലും 84 ഡിസംബറിലോ 85 തുടക്കമാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇത്രയും സിനിമകളാണ് മോഹൻലാലേത് 85 എന്നൊരു വർഷം എൻ്റെ ഒരു അറിവിലുള്ളത്. ഇതിൽ പലതരം സിനിമകൾ നമ്മളിപ്പോൾ തന്നെ നോക്കിയപ്പോൾ എത്ര ജോണറുള്ള സിനിമകൾ, ആക്ഷനും ഫാമിലിയും അല്ലെങ്കിൽ ഹ്യൂമർ ഒക്കെ ഉണ്ട്. ഇതിൽ ഒരുപാട് സിനിമകളുണ്ട്. എനിക്ക് പത്താമുദയം നല്ലൊരു സിനിമയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. ബോയിങ് നല്ലൊരു സിനിമയാണ്. പിന്നെ IV ശശിയുടെ സിനിമകളെല്ലാം നല്ല രസമുള്ള സിനിമകളാണ്. അപ്പൊ ഇതൊന്നും
അന്നതൊന്നും തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. ഞാൻ ജനിച്ച വർഷമാണ് 85 എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഈ സിനിമയൊക്കെ അന്ന് തിയേറ്ററിൽ കണ്ടവരുണ്ടെങ്കിൽ അന്നത്തെ മെമ്മറീസ്, തിയേറ്ററിലെ ഒരു മെമ്മറീസ് ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. പ്രത്യേകിച്ച് എനിക്ക് കണ്ടറിഞ്ഞു ആയിരിക്കും അതിൽ ഏറ്റവും കൂടുതൽ ഫാമിലി ഓഡിയൻസ് അന്ന് കണ്ടിട്ടുള്ള മോഹൻലാലിന്റെ സിനിമ. കാരണം മമ്മൂട്ടി മോഹൻലാൽ ഒരുമിച്ച് അഭിനയിച്ച സിനിമ സാജൻ എന്ന ഹിറ്റ് മേക്കറിന്റെ സിനിമ. പിന്നെ 10-ാമതായും ഓഫ് കോഴ്സ് അന്നും എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള സിനിമയായിരിക്കും. പിന്നീട് ടി വിയിൽ വന്നിട്ട് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടോ. എന്തായാലും അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഓർമ്മകളും നിങ്ങളുടെ അറിവുകളും ഇതിലേതെങ്കിലും ഞാൻ മിസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യാം.